ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഈ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പപ്പായയുടെ ഒരു ചെറിയ പീസ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 ഈത്തപ്പഴം ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ. കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ചൂടുള്ള പാലോ വെള്ളമോ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജ്യൂസിങ് ജാറിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പപ്പായയും ഈത്തപ്പഴവും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് മധുരം വേണ്ടി വരില്ല. ഈത്തപ്പഴവും പപ്പായയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മധുരമുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. അല്ലെങ്കിൽ പാലും പഞ്ചസാരയും ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ പാല് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് വെള്ളത്തിന് പകരം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഈത്തപ്പഴവും പപ്പായയും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സേവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകളിൽ കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായയും ഈത്തപ്പഴവും ചേർന്നിട്ടുള്ള വ്യത്യസ്ത രുചിയിലുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.